ഉണ്ടായി പോയിട്ടുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് യാതൊരു പ്രകോപനമുണ്ട്. പക്ഷെ എന്തെങ്കിലും രീതിയിൽ ആക്രമണമോ ഏത് ഭാഗത്തായാലും ഉണ്ടായാലും നമ്മൾ ആ അക്രമകാരികളെ പിടിച്ചിരിക്കണം. അതാണ് പോലീസിന്റെ ഒരു ആക്ഷൻ അത്രയും ഫേമായിരിക്കണം. അതിനൊരു എക്സ്ക്യൂസും കൊടുക്കും. അതുപോലെ തലയിൽ ഇത് വെക്കുമ്പോൾ ആളുകൾ വന്നിട്ട് ഹെൽമെറ്റ് വെക്കാതെ വെച്ചത് അത് ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് എല്ലാവരും കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ അപ്പോൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ബോഡി പ്രൊട്ടക്ഷനവർ കൃത്യമായി തരുന്നത്. പ്രത്യേകിച്ച് ആ പിന്നെ ബ്ലോക്കും പോയിട്ടുള്ളവർ പിന്നെ ഉള്ളത് അത് അവർ നല്ല രീതിയിൽ മതി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ആൾക്കാരെ ഉണ്ടായിരിക്കും. ഗവൺമെൻറ് ഓഫീസിൻ്റെ ഭാഗത്ത് ഒരാളും പിന്നെ ബ്ലോക്കിംഗ് പോയിന്റ് ഭാഗത്തേക്ക് വരാതെ പോകുന്നത് നിങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഓഫീസിൽ ബ്ലോക്കിംഗ് പോയിന്റിൽ ഞാൻ പറഞ്ഞല്ലോ, അവർ വന്നാൽ ചിലപ്പോൾ ചെറിയൊരു ഒന്നും തള്ളലുണ്ടാകും. പിന്നെ ബാരിക്കേഡ് വെച്ചാലും തള്ളും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നമ്മൾ അവരോട് അങ്ങോട്ട് ചീട്ട് ഓടിക്കാനോ അല്ലെങ്കിൽ അവരോട് ഓർക്കാനോ പോകാം. നമ്മൾ പരമാവധി ആ പിന്നെ ബ്ലോക്കിംഗ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയാൻ മാത്രം പോകുന്നില്ല. ഇതിൽ ആദ്യം പ്രഭാവം ഉണ്ടാവും, ഉണ്ടാകുന്നുണ്ടാവും. അപ്പം അത് നമ്മളവിടെ നോക്കുക. അവിടെ എല്ലാവരും പിന്നെ പരമാവധി ബോഡി പ്രൊട്ടക്ഷൻ എല്ലാവരും ബോഡി പ്രൊട്ടക്ഷനിലോട് ഫുള്ളായിട്ട് കൂടെ പിന്നെ പ്രൊസസിൻ്റെ കൂടെ വരുന്നവരൊക്കെ കൂടെ ഉണ്ടാവും. എന്തായിരുന്നു പിന്നെ നിയമസഭ കൂടുതൽ സമയമാണ്. നിയമസഭ സമ്മേളനത്തിന് നമ്മളൊന്നും ഉണ്ടാവുക അല്ലേ? കിട്ടേ അങ്ങോട്ട് എടുക്കുക സെൽഫിയാ. പിന്നെ പ്രകോപനം നമ്മൾ ഒരു പോലീസിന് നേരെയോ പിന്നെ മറ്റ് പ്രൊഫഷന് നേരെ അല്ലെങ്കിൽ പുറത്തേക്ക് ഉണ്ടായും നിർബന്ധമായും പിടിച്ചു. അതിന് ഒരു എക്സ്ക്യൂസ് ആരും കൊടുക്കണ്ട. ഇന്ന് എന്ത് സംഭവിച്ചാൽ അനുഭവം ഞാൻ പറഞ്ഞാൽ ധൈര്യമായി ചെയ്തോ, ഒരു പ്രശ്നമില്ല. അത് രണ്ട് ടീമിൻ്റെ ആൾക്കാരോട് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ ആക്ഷൻ ഉണ്ടാവും. അതിന് പ്രതിനിധീകരിച്ച കാര്യമില്ല. അവർക്ക് ബോധ്യമുണ്ട്. അപ്പം നമ്മളതിന് സാമട്ട് കളിക്കാതിരുന്ന നമ്മൾ ആക്ഷൻ സ്വയമായി. ഇനി അതിന് പിന്നെ ഞങ്ങൾ അങ്ങനെ സാർ ഇങ്ങനെ സാർ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പേരിൽ നടന്നില്ല. ഒരു സംശയമാണ് നമ്മുടെ പേരിലിപ്പോൾ പുറത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ആ ബ്ലോക്കിംഗ് പോയിന്റ് ഒരു പ്രകോപനം ഉണ്ടാവും. സാധാരണ ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ ടോളറേറ്റ് ചെയ്താണ്. നമ്മളൊരു കോഴ്സ് കൺഫ്ലിക്റ്റ് അവർ തന്നു. നമ്മൾ ഒരു കാരണവശാലും അവരെ വിടരുത്. അവരെ നിർബന്ധമായി പിടിച്ചിട്ടുണ്ട്. ഓടിക്കാണ് ഓടിയിട്ട് ഇതിലാണ് നിർത്തി. അല്ലെങ്കിൽ ഈ നാട് വഴി ഒരു പഴയ പിന്നെ അത് ആൻറ്റി ഗവൺമെൻറ് ആവും. പിന്നെ ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് ഒരു പ്രകോപനം ഉണ്ടാകാൻ പാടില്ല. ഒരു ഓഫീസറുടെ നിങ്ങളുടെ കൂടെയുള്ള സീനിയർ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് ഒരു കാരണവശാലും ഒരു ആക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ രാത്രി തോന്നുമ്പോൾ അടിക്കാമെന്ന് വിചാരിക്കണം. നിങ്ങൾ എല്ലാവരും കൂടെ ഐക്യമായിട്ട് ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട്